നമസ്കാരം. PM ശ്രീ ഉഡായിപ്പിൽ കാതികൻ ഹാഷ്മി പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. പൊട്ടിത്തെറിക്കാതിരിക്കാനാവില്ലല്ലോ. കാര്യം സോഷ്യൽ മീഡിയയിൽ ഇന്നിപ്പോൾ ആൾക്കാരെല്ലാം വിജിലൻ്റ് ആണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇരട്ടത്താപ്പ്. കാര്യം ഇന്നിപ്പോൾ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ വഴി സഞ്ചരിക്കുകയാണ്. ഡൽഹിയിൽ മലർക്കെ തുറന്നിട്ട വാതിലുകൾ അത് അകത്ത് കയറി അടച്ചതിന് ശേഷമുള്ള പാദപൂജകൾക്ക് ശേഷം ഞങ്ങൾ എല്ലാ കാര്യത്തിലും അങ്ങയുടെ പാതാര ബിംബങ്ങളിൽ കമിഴ്ന്ന് കിടക്കുന്ന ഒരു അടിമയായിരിക്കുമെന്ന് ഡൽഹിയിൽ പോയി പ്രഖ്യാപിച്ച മേനോൻ മുഖ്യമന്ത്രി എല്ലാം ഈ നാട്ടിൽ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദഗ്ധമായി നടപ്പിലാക്കി കളയാം. ഇന്നലകളിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഭരിച്ചിരുന്നവർക്കെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ, നുണകൾ എങ്ങനെയാണോ പ്ലാൻ ചെയ്തത് അതുപോലെ ഭരണപക്ഷത്തിരുന്ന് നമുക്ക് വിദഗ്ധമായിട്ട് CPM-ന്റെ തലയിൽ ചാരി രക്ഷപ്പെട്ടു പോകാൻ ഞാൻ മിടുക്കനാണ്, എൻ്റെ നാവ് അതിന് കഴിയുമെന്ന് വിചാരിച്ചിരുന്നിടത്താണ് ഇന്നിപ്പോൾ കാര്യങ്ങൾ അപ്പാടെ തകിടം പറഞ്ഞിട്ടുള്ളത്. PM ശ്രീ പദ്ധതിയുമായി സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അറബിക്കടൽ തേടി നടന്നവരൊക്കെ ഇപ്പോൾ മിണ്ടാതെ വായും പൂട്ടി പഞ്ചപുച്ചമടക്കി ഇരിക്കുകയാണ്. ഷാജിമാരൊക്കെ ഇഞ്ചി കടിച്ച അവസ്ഥയിലും. അങ്ങനെയുള്ള അവസ്ഥയിൽ കാതികൻ ഹാഷ്മിയും സ്വാഭാവികമായിട്ട് ഇന്നത്തെ ദിവസത്തെ ചർച്ച കഴിഞ്ഞതിന് ശേഷം ഏത് വിഷയമാണോ എടുക്കുന്നതെന്ന് സോഷ്യൽ മീഡിയ വളരെ കൃത്യമായി നോക്കിയിരിക്കുകയാണ്. കാര്യം എടുത്തില്ലായിരുന്നെങ്കിൽ അറ്റ് ദ ഗൺ പോയിന്റ് ഇന്ന് ഹാഷ്മി വന്നേനെ. അതുകൊണ്ട് സ്വന്തം തടി കേടാക്കാതെ ഹാഷ്മി ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അതിനും ഏതാനും ആഴ്ചകൾക്ക് മാത്രം മുൻപാണ്, മലപ്പുറത്താണെന്ന് തോന്നുന്നു, ആ നയത്തിനെതിരായ ഒരു സെമിനാറിൽ സ്വരാജ് പറയുന്നുണ്ട്, മതേതര ഹിന്ദുവിനെ വർഗീയ ഹിന്ദുവാക്കി മാറ്റി ഹിന്ദു രാഷ്ട്രത്തിന് മതരാഷ്ട്ര സംസ്ഥാപനത്തിലുള്ള വിചാരധാര ബാക്ക്ഡ് സാഫ്രൺ അജണ്ടയാണ് ദേശീയ വിദ്യാഭ്യാസ നയം. എന്നാൽ അതേ സമയത്ത് തന്നെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്, അത് മനുസ്മൃതിയുടെ മാനിഫെസ്റ്റോ, നമ്മൾ ചെറുക്കും തകർക്കും ഇടതുപക്ഷ വിദ്യാഭ്യാസം, അതാണ് കാവ്യ നയത്തിന് ബദൽ കേരളമാണ് NEP വിരുദ്ധ പോരാട്ടത്തിന്റെ കുന്തമുന എന്തൊക്കെ കേട്ടതാണ്. ആ കാണ്ടം സെമിനാറുകൾ, വായപ്പടത്തി ലേഖനങ്ങൾ, പ്രബന്ധങ്ങൾക്കിടയിലാണ് ആരും കേരളമോ മുന്നണിയോ മന്ത്രിസഭയോ അറിയാതെ പോയ FBI മോഡൽ സീക്രട്ട് ഓപ്പറേഷൻ ഒപ്പിടൽ. തലേ ദിവസം ചിന്താവാരിയിൽ ആഞ്ഞടിച്ച് വിദ്യാഭ്യാസ മന്ത്രി പിറ്റേ ദിവസം ചോദിക്കലാണ്, NEP എന്താ കുഴപ്പം, കുറച്ച് ഫണ്ടുകൾക്കപ്പുറം റിസ്ക് എടുക്കൽ, അൺഹോളി ഹേസ്റ്റ്, വല്ലാത്ത ധൃതി എന്തിനായിരുന്നു ഇപ്പോഴും ഉത്തരമില്ലാത്ത ചോദ്യമാണ് പൊളിറ്റിക്കൽ പ്രഹേളിക. ആ PM ശ്രീ അണ്ടർ ടേബിൾ അടിപ്പണിയാണ്. ഒരു മാസം മാത്രം മുൻപ് മുക്കോട് മുക്ക് ചർച്ചയാക്കി UDF ഇലക്ഷൻ ഡെക്കിന്റെ പ്രധാന ക്യാമ്പയിൻ ഏതോ പ്രചാരണവേദിയിൽ വൈകാരികമായി കൈകൾ ഉറപ്പിച്ച് ശ്രീമാൻ KM ഷാജി പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വോട്ട് നിന്ന് ജയിപ്പിച്ചാൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിയെ തള്ളി പറയുന്ന നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിൽ നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും, CPM-കാരും RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി ഞങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയും, മണ്ണാങ്കട്ടയാണ്. ആ കൊട്ടയെടുത്ത് പൂമുഖത്ത് വെച്ച് പൂമാലിട്ട് ഒന്നാം തരം രാഷ്ട്രീയ മലക്കമറിയലാണ് ഇന്ന് വീഡിയോയുടെ വാർത്താ സമ്മേളനം. ആത്മവഞ്ചന, ഡിസപ്ഷൻ, ട്രിക്കറി. അന്ന് ആവേശത്തോടെ കൈയടിച്ച ലീഗ് പ്രവർത്തകരോട് UDF-കാരോട് ഷാജി സാഹിബെ അപ്പറഞ്ഞ വാചകമടിക്ക് വെറും വാക്കുകൾക്ക് പറയ ഒരു മാപ്പ്. PM ശ്രീ കേവലം ഒരു കരാറാണോ? അല്ല. പോയ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഡയറക്ഷൻ വെട്ടിമാറ്റി നറേറ്റീവാണ്. CPM BJP ഡീൽ എന്നതിന് UDF ചൂണ്ടിക്കാട്ടിയ രേഖാപരമായ തെളിവാണ്. അന്ന് നിങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയമാണ്, അല്ലാതെ കിട്ടാൻ പോകുന്ന 4 ചക്രം കാശിന് ഞഞ്ഞാവിഞ്ഞ സാങ്കേതികതയല്ല. ഇനി ആ ഫണ്ടാണ് പ്രശ്നമെങ്കിൽ കോടതിയിലേക്ക് പോകണം. ആർജവത്തിൽ പറയണം, നീതിപീഠമേ, കേന്ദ്രത്തോട് ഞങ്ങൾ ചോദിക്കുന്നത് പിച്ചപാത്രത്തിൽ എറിഞ്ഞു തരുന്ന എച്ചിൽ പണമല്ല, ഞങ്ങളുടെ ടാക്സ് പിരിച്ചുകൊണ്ട് പോകുന്ന കോടിക്കോടികളുടെ വിഹിതമാണ്, റൈറ്റാണ്, അവകാശം. അല്ലാതെ ഡൽഹി ദർബാറിൽ കാലിൽ വീണ് കെഞ്ചി പറഞ്ഞാൽ മാത്രം ഇത് ചാരിറ്റി അല്ല, അത് കണിശമായി പറയലാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയം പറയാനുള്ള മടിയാണെങ്കിൽ, കേന്ദ്രത്തോട് ഏറ്റുമുട്ടാൻ പേടിയാണെങ്കിൽ അത് പറ. അല്ലാതെ പോയ സർക്കാർ ഒപ്പിട്ട ഏതോ പേപ്പറിൽ ചാരി നാട്ടിൽ കളിക്കല്ലേ, അരാഷ്ട്രീയ അവതാപറയല്ലേ തൊണ്ടു വിഴുങ്ങാൻ കേരളം കുടിക്കുന്നത് ബാർലി വെള്ളമല്ല. കേട്ടല്ലോ, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അതിനെ ഫോട്ടോയും ഓഡിയോയും കേൾപ്പിച്ചത്. എന്തായാലും കാതികൻ ഹാഷ്മി ഈ കാര്യത്തിൽ ഉത്തരവാദിത്തം കാണിച്ചില്ലായിരുന്നെങ്കിൽ പൊങ്കാല മുഴുവൻ ഏറ്റുവാങ്ങേണ്ടി വന്നേനെ. കാര്യം ഇന്നലകളിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വേണ്ടി പല നരേഷൻ രചിച്ചു കൊടുത്തത്, പല ചർച്ചകൾ നടത്തിക്കൊടുത്തത്, ഇവർ പറഞ്ഞിരുന്ന നുണകളെ മുഴുവൻ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് പതിപ്പിച്ചു കൊടുത്തതിൽ ഹാഷ്മിക്ക് കൂടി ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഇന്നലകളിൽ പറഞ്ഞ കാര്യം അധികാര കസേര കിട്ടുമ്പോൾ നിന്ന നിൽപ്പിൽ മലക്കം പറഞ്ഞുകൊണ്ട് സംഘപരിവാറിന്റെ കാവ്യവൽക്കരണത്തിന് വേണ്ടി മുട്ടിലഴഞ്ഞ് നിന്നുകൊടുക്കുമ്പോൾ അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതും, അല്ലെങ്കിൽ ഇപ്പോഴും ഡയലോഗ് അടിച്ച് ഞങ്ങൾ കേമന്മാരാണെന്ന് നടിക്കുന്നവരെ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ടെന്നേ. മൂരിക്കുട്ടന്മാരൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ്. കാര്യം എന്തോരമായിരുന്നു ഷാജിയുടെ വാക്കും, ഞങ്ങളുടെ മതേതരൻ മേനോൻ മുഖ്യമന്ത്രി വന്നാൽ ഇതെല്ലാം എടുത്ത് തോട്ടിക്കളയുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നവർ ഇപ്പോൾ എല്ലാ കാര്യത്തിലും സംഘപരിവാറിന്റെ മുന്നിൽ മുട്ടിലഴയുന്ന സാഹചര്യം എത്തിയപ്പോൾ അത് അടപടലം എങ്ങനെയാണോ ഇന്നലകളിൽ ഇൻട്രോ നീട്ടി ജനങ്ങളോട് പറഞ്ഞത്, അതേ പഞ്ചിലും അതേ ഓളത്തിലും അതേ താളത്തിലും ഹാഷ്മി പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹാഷ്മി ചെയ്യേണ്ട മാധ്യമ പ്രവർത്തനം ഉത്തരവാദിത്തപൂർവ്വം ഈ സന്ദർഭത്തിൽ ചെയ്തുകൊണ്ട് ആ കാര്യത്തിൽ ഒരു നന്ദി അറിയിക്കുകയാണ്.